ഉമ്മ ഒരിക്കൽ എന്നോട് ചോദിച്ചേ, എൻ്റെ കയ്യിലെ ഫോൺ മാറ്റിയിട്ട് ഒരു ഐഫോൺ വാങ്ങിച്ചൂടെയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, കുറേ ആയല്ലോ ഒരു ഐഫോൺ വാങ്ങിക്കുക. പിന്നെ ഞാൻ ആലോചിച്ചത്, അല്ല ഞാൻ ഇത്രയും ക്യാഷൊക്കെ മുടക്കിയിട്ട് എന്തിനാ എനിക്കൊരു ഐഫോൺ? എനിക്കിപ്പോൾ ആകെ ഒരു ഫോൺ എൻ്റെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ എടുക്കണം, കോൾ ചെയ്യണം, പിന്നെ സോഷ്യൽ മീഡിയ ഒന്ന് എപ്പോഴെങ്കിലും സമയത്തിനനുസരിച്ച് യൂസ് ചെയ്യണം. ഇതിനിപ്പം എൻ്റെ കയ്യിലുള്ള ഫോൺ ധാരാളമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും ക്യാഷൊക്കെ മുടക്കിയിട്ട് ഒരു ഫോൺ എടുത്തിട്ട് അതിനുള്ളൊരു ആവശ്യം ഇപ്പം എനിക്കുണ്ടോ? എൻ്റെ കാര്യങ്ങളിപ്പം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത്തരത്തിൽ ആ ഒരു ഫോൺ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത്രയും സുരക്ഷിതമായിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ കഴിയണം. ഇപ്പോൾ ഈ ഫോൺ കാരണം നമുക്ക് വീണാൽ നമുക്ക് വലിയ ടെൻഷനില്ല, അതിൻ്റെ സംഭവങ്ങൾ എവിടെയും കിട്ടും. അപ്പോൾ ഈ ഐഫോണ് ശരിക്കും ഈ ഐഫോൺ ഉണ്ട് എന്ന് കരുതിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ഒരാളെ വാല്യൂ കൂടുണ്ടോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. കാരണം ഈ ഐഫോണുള്ള പലർക്കും ഇത് ഉപയോഗിക്കാൻ അറിയില്ല, അതാ സത്യം. സത്യം പറഞ്ഞാൽ അതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എല്ലാ ഫയൽസും അതിൽ ഓപ്പൺ ആവില്ല. നമ്മൾ വിചാരിച്ച മാതിരി എല്ലാവരുടെ അടുത്തും കൊണ്ടുപോയിട്ട് അത് കണക്ട് ചെയ്യാനില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ ചാർജർ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഐഫോണിനേക്കാളും എത്രയോ നമ്മളെ കൂടെ എപ്പോഴും ഇങ്ങനെ സുരക്ഷിതമായിട്ട് ഇതാവുമ്പോൾ നമുക്ക് എവിടെയും കൊണ്ടുപോയിടാം. ഇനിയിപ്പോൾ കളഞ്ഞു പോയാലും നമുക്ക് ടെൻഷനില്ല, കുറച്ച് പൈസൻ്റെ ഫോണാണ്, നമുക്ക് അടുത്ത് വാങ്ങിക്കുക. പക്ഷേ ഐഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ടൈം അത് ഇങ്ങനെ കൊണ്ടെടുക്കും വേണം. എന്നാൽ അതിൻ്റെ എല്ലാതും നമുക്കറിയോ, അതിൻ്റെ ഉപയോഗം നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. പിന്നെ അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ, അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഐഫോൺ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരാളെ വാല്യൂ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളൊരു ഫോണ് അതേ ഇപ്പം നമുക്ക് ആവശ്യമുള്ളൂ.